മറ്റൊരു വാർത്ത ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് വരുന്നത് CPM-മായി ബന്ധപ്പെട്ടാണ്. കടകംപള്ളി സുരേന്ദ്രനെ കൂടി ചോദ്യം ചെയ്തതോടെ CPM എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലാവുകയും നാണം കെടുകയും ചെയ്യുകയാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ CPM-ന്റെ ഒരു മുതിർന്ന നേതാവാണ്. മാത്രമല്ല ഇതുവരെ CPM നേതാക്കൾ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ക്യാപ്സൂളുകൾ മതിയാകില്ല, ഇനിയും ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കാനെന്ന് പാർട്ടി തന്നെ വ്യക്തമാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ ഒരു കാരണം ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ സംരക്ഷിച്ചതാണെന്നും ഘടകകക്ഷികൾ തുടർച്ചയായി പറയുന്നുണ്ട്. ഇതിനിടയിലാണ് CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ കൂടി SIT ചോദ്യം ചെയ്തത്. മാത്രമല്ല ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്ത എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായ ഒരാൾക്ക് പോലും ജാമ്യം ലഭിച്ചിട്ടില്ല. അതൊക്കെയാണ് ഈ കേസിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഘടകങ്ങൾ. പ്രജിത് മോഹൻ ചേരുകയാണ്. പ്രജിത്തെ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് CPM. വലിയ തോതിൽ തിരിച്ചടി സംഘടനാ സംവിധാനത്തിന് ഉണ്ടായി എന്ന് CPM തന്നെ വിലയിരുത്തുന്ന ഒരു ഘട്ടത്തിലാണ് കടകംപള്ളി കൂടി ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയുന്നത്. എത്രത്തോളം പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ് CPM, പ്രത്യേകിച്ചൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ? ഗൗതം, ഈ വിഷയത്തിൽ ഇതുവരെ CPM നേരിടാത്തൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം നേരത്തെ N വാസുവിൻ്റെ കാര്യത്തിലായാലും ശരി, പത്മകുമാറിൻ്റെ കാര്യത്തിലായാലും ശരി, വിമർശനങ്ങൾ വരുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടി വരുമ്പോഴും CPM കാര്യമായൊരു നടപടിയിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തതിലൊക്കെ വലിയ വിമർശനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് താഴെ തട്ടിൽ നിന്ന് കീഴ്ഘടകങ്ങളിൽ നിന്നടക്കം വന്നിട്ടുമുണ്ട്. പക്ഷേ കടകംപള്ളിയെ ചോദ്യം ചെയ്തതോടുകൂടി ഒപ്പം തന്നെ PS പ്രശാന്തിനെ കൂടി ചോദ്യം ചെയ്തതോടുകൂടി ഇതുവരെ ഇല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് CPM വീണിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു മറ്റൊരു വശം ഗൗതം സൂചിപ്പിച്ചതുപോലെയാണ്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത എല്ലാ CPM നേതാക്കളും, ഉന്നതരായ എല്ലാ CPM നേതാക്കളും അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ കൂടി ആ ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ സ്വർണ്ണക്കവർച്ചയിൽ വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ CPM-നെ അത് ഒരു സർവ്വകാല പ്രതിസന്ധി എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന രീതിയിലേക്ക് തള്ളി വിടുമെന്നുള്ളതാണ്. കാരണം ഒരു സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ ഒരു ദേവസ്വത്തിൻ്റെ ബോർഡിൻ്റെ സർവ്വസ്വത്തിനെയും സംരക്ഷിക്കാൻ ഒരു കെയർടേക്കറുടെയൊക്കെ ചുമതലയുള്ള ഉണ്ടായിരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ്, ദേവസ്വം വകുപ്പ് തന്നെ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കൂടി സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലാകുകയാണെങ്കിൽ അത് CPM-നെ തള്ളിവിടുന്നത് ഇതുവരെ ഇല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കായിരിക്കും. ഇതുവരെ ഈ മുതിർന്ന CPM നേതാക്കൾ തന്നെ അറസ്റ്റിലാകുമ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാപ്സൂളുകളോ പ്രതിരോധങ്ങളോ ഒന്നും മതിയാകാതെ വരും പാർട്ടിക്ക് ന്യായീകരണങ്ങളൊക്കെ ഒരുക്കാൻ. എന്തായാലും CPM-നെ ഇത്ര പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് അന്വേഷണ സംഘത്തിൻ്റെ അവസാന ഘട്ടത്തിലെ മിന്നൽ നീക്കങ്ങൾ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുകളിൽ വലിയ സമ്മർദ്ദമാണ് CPM-ഉം സർക്കാരും പ്രയോഗിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും കടകംപള്ളി സുരേന്ദ്രൻ്റെ ചോദ്യം ചെയ്യൽ വൈകിപ്പിക്കാൻ CPM-നും സർക്കാരിനും കഴിഞ്ഞത് എന്നൊരു യാഥാർത്ഥ്യമായി അവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും ഒടുവിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് CPM-നെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം എത്രയും വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്തൊരു ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ട സാഹചര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു പോലീസിൽ നിന്നും സർക്കാരിൽ നിന്നുമൊക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് സമ്മർദ്ദമുണ്ടായിരുന്നത്. പക്ഷേ കോടതി കടുംപിടുത്തം തുടർന്നതോടുകൂടി എന്തുകൊണ്ട് ഉന്നതരിലേക്കും വമ്പൻ സ്രാവുകളിലേക്കും ഒന്നും ഈ അന്വേഷണവും പരിശോധനയും പോകുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി വന്നതോടുകൂടി അന്വേഷണ സംഘം പ്രതിസന്ധിയിലായി. ഇല്ലെങ്കിൽ കോടതിയിൽ കൃത്യമായ മറുപടി നൽകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് വന്നതോടുകൂടിയാണ് അതീവ രഹസ്യമായി കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ തയ്യാറായത് പോലും. എന്തായാലും മൊഴികൾ നൽകിയിരിക്കുന്നത് പഴയത് തന്നെയാണെങ്കിലും ഒരുപക്ഷെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി കടകംപള്ളി സുരേന്ദ്രനെ ഒരു വട്ടം കൂടി വിളിച്ചു വരുത്തുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അടക്കമുള്ള നടപടികളിലേക്ക് ഈ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് എന്നതിനൊപ്പം ഈ പാർട്ടി സംവിധാനത്തെ ഏറ്റവും പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു വിഷയം, ഇപ്പോൾ 10 പേരുടെ അറസ്റ്റാണല്ലോ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിരിക്കുന്നത്. ഇതിൽ 10-ൽ 3 പേർ നിലവിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചവരാണ്. N വാസു നമുക്കറിയാം CPM-ന്റെ ഒരു പ്രമുഖ നേതാവാണ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയായിരുന്നു. പത്മകുമാറിനെ സംബന്ധിച്ച് പ്രത്യേകം പറയേണ്ടതില്ല, മുൻ MLA ആണ്, പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട മുഖമാണ്, പിണറായി വിജയൻ്റെ അടുത്ത ആളാണ്. ഇപ്പോൾ N വിജയകുമാർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ അംഗം, CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ് തിരുവനന്തപുരത്തെ. അപ്പോൾ കടകംപള്ളി കൂടി അറസ്റ്റിലാവുകയാണെങ്കിൽ ഇത് 4ാമത്തെ വ്യക്തിയാണ്. അതായത് ഏതാണ്ടൊരു 10 പേർ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റിലാകുന്നതിൽ 3 പേർ ഇതിനകം തന്നെ CPM-ന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചവരാണ്.
അങ്ങനെ തന്നെയാണ് ഗൗതം. അതിനപ്പുറത്തേക്ക് അറസ്റ്റിലായ എല്ലാവരും CPM ബന്ധമുള്ളവരോ CPMന്റെ സർവീസ് സംഘടനകളുടെയൊക്കെ ഭാഗമായി നിൽക്കുന്നവരോ ആണ്. മുരാരി ബാബു അടക്കമുള്ള എല്ലാവർക്കും അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇപ്പോൾ N വാസു, പത്മകുമാർ, N വിജയകുമാർ, ഈ 3 പേരുടെയും അറസ്റ്റ് CPMന്റെ ഈ സമുന്നതരായ നേതാക്കൾ എന്ന നിലയിൽ തന്നെയാണ് അത് വിലയിരുത്തപ്പെടുന്നതും. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തന്നെ CPM ചുമതലകൾ നൽകിയിട്ടുമുണ്ട്, പല സ്ഥാനങ്ങളിലേക്കും അവരെ കൊണ്ടിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. അതിനപ്പുറത്തേക്ക് CPMന്റെ ഒരു സജീവമായ പ്രവർത്തകനായി നിലനിൽക്കുന്ന ഒരാൾ എന്നതിനപ്പുറത്തേക്ക് ഒരു മന്ത്രിയായിരുന്ന ആൾ, MLA ആകുന്ന ഒരാൾ, ആ ഒരു രീതിയിൽ അധികാര സ്ഥാനത്ത് ഏറ്റവും നിർണായക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് കടകംപള്ളി സുരേന്ദ്രനെ കാണേണ്ടത്. ഈ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് 2019 ഈ 18-19 കാലത്ത് ശബരിമല യുവതീ പ്രവേശനത്തിനടക്കം നേതൃത്വം നൽകുന്ന ആ സമീപനം സ്വീകരിച്ചത്. സർക്കാരിൻ്റെ ഇംഗിതങ്ങൾ അവിടെ ശബരിമലയിൽ നടപ്പിലാക്കിയ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലായിരിക്കുന്നവരും ചോദ്യം ചെയ്യപ്പെട്ടവരുമെല്ലാം എന്നുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വിമർശനങ്ങൾ, കോടതിയടക്കം രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു അന്വേഷണ സംഘത്തെ തള്ളിവിട്ടതും സർക്കാർ ചെലുത്തിയ ഒരു സമ്മർദ്ദമാണ്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള ഒരു നീക്കം ഇതിനുണ്ടായിരുന്നു. കാരണം 2019 ഒരു മന്ത്രി എന്ന നിലത്തിലുള്ള ഒരു ചുമതല മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രൻ വഹിച്ചതെന്നും ദേവസ്വം ബോർഡ് തീരുമാനങ്ങളിലൊന്നും ഈ പറയുന്ന രീതിയിൽ മന്ത്രിക്ക് വലിയ സ്വാധീനമില്ല എന്ന രീതിയിൽ ഒരു നരേറ്റീവ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന് മുകളിലുള്ള സമ്മർദ്ദം എന്നുള്ളത്. പക്ഷേ അന്വേഷണ സംഘത്തിന് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് കോടതിയുടെ ഒരു നിലപാടാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അപ്പോൾ കൂടുതൽ നേതാക്കളെയൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് രേഖപ്പെടുന്നതും CPMന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നൽകിയതിലും വലിയൊരു തിരിച്ചടി നൽകാനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മൊത്തത്തിലുള്ള വിലയിരുത്തൽ. പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രൻ എങ്ങാനും ഈ കേസിൽ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള പ്രതിരോധത്തിലേക്കും കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. കാരണം ഒന്ന്, ഈ ചിത്രങ്ങൾ പുറത്തു വന്നത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ സംശയങ്ങൾക്ക് വരെ വഹിച്ചിട്ടുണ്ട്. കാരണം കടകംപള്ളി സുരേന്ദ്രനൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ അത് സാമൂഹ്യ മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും പ്രാദേശിക തലത്തിൽ പ്രത്യേകിച്ച് സാധാരണക്കാരായ വിശ്വാസികൾക്കിടയിൽ ഈ സ്വർണ്ണക്കവർച്ചയിൽ CPMന്റെ ഉന്നത നേതൃത്വത്തിന് നേരിട്ട് പങ്കുണ്ട് അത് തന്നെയാണ് പ്രജിത്ത്. CPMനെ എല്ലാ അർത്ഥത്തിലും ഇത് പ്രതിരോധത്തിലാക്കുകയാണ് സ്വർണ്ണക്കവർച്ച. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന്റെ തിരിച്ചടിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഈ CPM നേതാക്കൾ തുടർച്ചയായി അറസ്റ്റിലാകുന്നു. ദേവന്റെ മുതലാണ് കട്ടിരിക്കുന്നത്. ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമർപ്പണമാണ് ഭഗവാൻ നൽകുന്ന ഓരോ കാണിക്കയും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നൽകുന്ന ഓരോ വസ്തുക്കളും. അതെല്ലാം കട്ടുകൊണ്ടു പോകുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ സർക്കാരിന് ഈശ്വര വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ കയറി കൊള്ളയടിക്കുകയാണ്. ഈ ധാരണയാണ് ഭക്തന്റെ മനസ്സിലുള്ളത്. അതിൻ്റെ തിരിച്ചടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ രീതിയിൽ പോകുകയാണെങ്കിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ഇടതുപക്ഷത്തിനെതിരെ വലിയ വികാരം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രജിത് മോഹനാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്ന്. ഒരു